ഇതിൽ ഞാൻ വിചാരിക്കുന്നത് മാത്യു കുഴൽനാടൻ രക്ഷപ്പെട്ടു എന്നാണ് കേട്ടോ. അതെങ്ങനെ? കാരണം ഇതിൽ ഏതെങ്കിലും തരത്തിൽ വിജിലൻസ് അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ ആ വിജിലൻസ് അന്വേഷണം ആർക്കൊക്കെ എതിരെ വരുമായിരുന്നു? ഒന്ന്, ഈ പറയുന്ന ഫിനാൻസ് ഓഫീസറുടെ രേഖകളിൽ കണ്ടെത്തിയിരിക്കുന്ന, കുറിപ്പടിയിൽ കണ്ടെത്തിയിരിക്കുന്ന എല്ലാ പേര് ചുരുക്കെഴുത്തുകാർക്കെതിരെയും വരുമായിരുന്നു. അതിലൊന്ന് ഉമ്മൻചാണ്ടിയാണ്, മറ്റൊന്ന് രമേശ് ചെന്നിത്തലയാണ്, മറ്റൊന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ്, മറ്റൊന്ന് ഇബ്രാഹിം കുഞ്ഞാണ്, പിന്നെ പി.വി. അത് പിണറായി വിജയൻ നിഷേധിച്ചിട്ടുണ്ട്, ഞാനല്ല. ഇതിൽ രണ്ടുപേർ മാത്രമാണ് പരസ്യമായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് രമേശ് ചെന്നിത്തലയാണ്, മറ്റൊന്ന് ഈ പറയുന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ്. എൻ്റെ സംശയം മാത്യു കുഴൽനാടൻ യഥാർത്ഥത്തിൽ ഈ രമേശ് ചെന്നിത്തലയ്ക്കും പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കും കൊടുത്തൊരു പണിയാണോ എന്ന് പോലും സംശയിച്ചു പോയി ഒരു ഘട്ടത്തിൽ. കാരണം ഇവർ രണ്ടുപേരും മാത്രമാണ് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഒരു പക്ഷേ പണം വാങ്ങിയിട്ടുണ്ടാകും, പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ കുഴപ്പമാണ്. കാര്യം ഇത് നടക്കുന്നതെന്നാണ് 2016 ശേഷമുള്ള കണക്കുകളാണ് ഈ പരിശോധിച്ചിരിക്കുന്നത്. അന്ന് ഈ പണം ഇങ്ങനെ കൈമാറുന്ന സമയത്ത് ഈ ഡീമോണിറ്റൈസേഷന് ശേഷം 2018 ശേഷം പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ, അതിത്ര തുക കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ്. നമ്പർ 1. നമ്പർ 2, ഇത് പാർട്ടിയിൽ അടച്ചു എന്നുള്ളതിൻ്റെ കണക്ക് ഇവർ കാണിക്കേണ്ടി വരും. നമ്പർ 3, പാർട്ടി അത് ഇലക്ഷൻ ഫണ്ടിൽ കാണിക്കുന്നതായിട്ട് കണക്കാക്കേണ്ടി വരും. ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ അന്ന് സമർപ്പിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫണ്ടിങ്ങിൽ ഈ CMRൻ്റെ പേരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം വലിയ വിവാദങ്ങൾ നടക്കുമ്പോൾ, പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ, അതല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ അത് റൈറ്റ് ഇൻഫർമേഷൻ പ്രകാരം പുറത്തു വരുമായിരുന്നു. അങ്ങനെ വന്നാൽ യഥാർത്ഥത്തിൽ ഇതിൽ ഉമ്മൻചാണ്ടി കുടുങ്ങില്ല, ഇബ്രാഹിം കുഞ്ഞിനും വേണമെങ്കിൽ അത് നിഷേധിക്കാം, അത് ഞാനില്ല. പക്ഷേ പേര് പറഞ്ഞ, ഞാനിത് കോൺഗ്രസിൽ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ഒരു നിമിഷം ഈ കേസ് കൊടുത്തപ്പോൾ ഞാൻ ആലോചിച്ചത്. അതുകൊണ്ടാണ് കോൺഗ്രസിലെയും UDF-ലെയും ഭൂരിപക്ഷം ആളുകളും മാത്യു കുഴൽനാടനെ ഈ വിഷയത്തിൽ പിന്താങ്ങാതെ പോയത്. ഇതൊരു തെറ്റായ നീക്കമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ഈ കേസിൽ ഒരു കഴമ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇത് ഒരുപക്ഷെ CPM വരുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ഈ CMR എക്സാലോജിക്ക് ഇനി പ്രതിപക്ഷത്തിന് ഒരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. പക്ഷേ അത് SFIയുടെ അന്വേഷണമല്ലേ, അതിലേക്ക് ഞാൻ വരാൻ പോകുന്നത്. മാസപ്പടി എന്നൊരു വാക്ക് പോലും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ പ്രതിപക്ഷത്തെ പൂട്ടിക്കളഞ്ഞു മാത്യു കുഴൽനാടൻ. ഇതാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത്. മാസപ്പടി എന്നൊരു വാക്ക് പറയാൻ പറ്റുമോ? കാരണം വിജിലൻസ് ഹൈക്കോടതിയാണ് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നത്. മാസപ്പടിയാണ് ഇത് എന്നുള്ളതിനൊരു തെളിവില്ല, ഫേവറേറ്റിസം നടന്നു എന്നുള്ളതിനൊരു തെളിവില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ഹൈക്കോടതിയാണ്. അപ്പോൾ മാസപ്പടി വിവാദത്തിൻ്റെ ശവപ്പെട്ടിയിലടിച്ച അവസാനത്തെ ആണിയാണ് അത് മാത്യു കുഴൽനാടൻ്റേത്. ഒരുപക്ഷെ വീണ തേക്കണ്ടിയുടെ വീട്ടിൽ മാത്യു കുഴൽനാടൻ ഈ വീടിൻ്റെ ഐശ്വര്യം, എക്സാലോജിക്ക് കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുമായിരുന്നെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ മാത്യു കുഴൽനാടനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ എഴുതി വയ്ക്കാമായിരുന്നു. കാര്യം ഇതിനേക്കാൾ വലിയൊരു ക്ലീൻ റെഫറൻസ് ഈ പറയുന്ന സർക്കാരിന് കിട്ടാനില്ല മാത്യു കുഴൽനാടൻ കൊടുത്ത കേസിൽ. ഇനി ഞാൻ ഈ കേസിൻ്റെ 1-2 പ്രധാനപ്പെട്ട ആസ്പെക്റ്റിലേക്ക് വരാം. ഇതിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്തൊരു കരാറുണ്ട്. ആ കരാർ സംഭവിച്ചത് 2004 AK ആൻ്റണി അന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് CMRലിന് ഒരു 15/9/2004 CMRലിൻ്റെ ഉപകമ്പനിയായ KRELന് ഈ കരിമണൽ ഖനനം ചെയ്യാനുള്ള 4 ലൈസൻസുകൾ കൊടുത്തു. നമ്മളെല്ലാവരെയും ഞെട്ടിച്ച VM സുധീരനടക്കം രംഗത്ത് പരസ്യമായി വന്ന് വലിയ വിവാദമുണ്ടായി. 10 ദിവസം മാത്രമേ ഈ ലൈസൻസിൻ്റെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ഓൺലി 10 days, 10 ദിവസം കൊണ്ട് സ്റ്റേ വാങ്ങിച്ചു. അതിനുശേഷം പിന്നീട് KRELന് ഈ 4 ലൈസൻസിൻ്റെ ഭാഗമായിട്ട് മൈനിങ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ആരാണ് CMRലിന് സ്വകാര്യ ഖനനത്തിനുള്ള അനുമതി കൊടുത്ത കേരളത്തിലെ ഒരേ ഒരു സർക്കാർ? അത് AK ആൻ്റണി സർക്കാരാണ്. എന്നാ കൊടുത്തത്? 15/9/2004. ആ കൊടുത്ത ലൈസൻസിൻ്റെ പുറത്ത് 10,000 കോടിയുടെ ഇടപാട് നടന്നു എന്നുള്ളതാണ് ആരോപണം. അതിൻ്റെ ഭാഗമായി വലിയ പ്രതിഷേധം കേരളക്കരയാകെ കണ്ടു. അതിൻ്റെ ഭാഗമായി ആ സ്വകാര്യ കമ്പനിക്ക് കരിമണൽ ഖനനത്തിനുള്ള KRELന് കൊടുത്ത ലൈസൻസ് സ്റ്റേ ചെയ്യുന്ന അവകാശമുണ്ടായി. അടുത്തിടെയാണ് ആ സ്റ്റേ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും ആ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ട് തീരുമാനമെടുക്കുന്നത്. മാത്യു കുഴൽനാടൻ ഈ കോടതിയിൽ പോയപ്പോൾ ഈ ഉത്തരവ് എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ റദ്ദാക്കിയില്ല എന്നൊരു കണ്ടൻഷൻ കൂടി ഉന്നയിച്ചിരുന്നു കേട്ടോ. ഞാനൊന്ന് ആലോചിക്കായിരുന്നു, അത് എന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയ്ക്ക് പോലും ഈ AK ആൻ്റണി ആണ് സ്വകാര്യ ലൈസൻസിങ്ങിന്, അഥവാ സ്വകാര്യ കമ്പനിക്ക് കരിമണൽ ഖനനം ചെയ്യാനുള്ള ഒരു ലൈസൻസ് കൊടുത്തത് എന്ന് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൂടി മാത്യു കുഴൽനാടൻ ഇത് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അപ്പോൾ ആദ്യത്തെ കാര്യം, ഈ കേരളത്തിൽ ആകെ ഒരേ ഒരു സർക്കാർ മാത്രമാണ് സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനത്തിനുള്ള അനുമതി നൽകിയത്. അത് AK ആൻ്റണി സർക്കാരാണ്. അത് 15/9/2004 കൊടുത്ത KREL എന്ന CMRലിൻ്റെ 49% ഓഹരിയുള്ള ഉപകമ്പനിക്ക് കൊടുത്ത കരാറാണ്. കേവലം 10 ദിവസം മാത്രം നിന്ന 10,000 കോടിയുടെ ഇടപാട് പിന്നീട് സ്റ്റേ ചെയ്യപ്പെട്ടു. ഈ കരാറ് യഥാർത്ഥത്തിൽ റദ്ദാക്കുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. VSൻ്റെ കാലത്താണ്. പിന്നീട് എന്താ സംഭവിച്ചത്? ഈ കരിമണൽ ഖനനം എന്നുള്ളത് കേരളത്തിൽ
പൊതുമേഖലയിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന ആർജവമുള്ള നിലപാടെടുക്കുന്നത് വി എസ് സർക്കാരിൻ്റെ കാലത്താണ്. അന്ന് ഇന്ത്യയിൽ മറ്റെല്ലായിടങ്ങളിലും കരിമണൽ ഖനനം സ്വകാര്യ ഏജൻസിക്ക് നടത്താമായിരുന്നു എന്നുവരെ 2019 ദേശീയ നിയമം വരുന്നതുവരെ. 2019 ദേശീയ നിയമമാണ് കരിമണൽ ഖനനം പൊതുമേഖലയിലേക്ക് മാത്രമാക്കി മാറ്റി ചുരുക്കുന്നത്. അത് മാത്യു കുഴൽനാടൻ്റെ കണ്ടൻഷനിലുമുണ്ട്. അപ്പോൾ 2019 വരെ ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് UDF സർക്കാർ മാത്രമാണ്. അത് 2004 എന്നുള്ളതാണ് ഇതിലെ ഫാക്ട് നമ്പർ 1. ഫാക്ട് നമ്പർ 2, ഇനി ഞാൻ ഈ കേസിൻ്റെ 3 പ്രധാനപ്പെട്ട മാത്യു കുഴൽനാടൻ്റെ ആർഗ്യുമെൻറ്റുകളിലേക്ക് വരാം. പത്രസമ്മേളനം ഞാൻ ഇന്ന് ഒന്നുകൂടി എടുത്ത് കേട്ടു. അന്ന് മാത്യു കുഴൽനാടൻ പിണറായി വിജയൻ ഫേവറേറ്റിസം കാണിച്ചു എന്നതിനുള്ള തെളിവുകൾ ഇതാണ് എന്ന് പറഞ്ഞ് ഹാജരാക്കിയ തെളിവുകൾ, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച ആ തെളിവുകൾ അടക്കം 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇത് സ്പെഷ്യൽ കോർട്ടിൻ്റെ ഫൈൻഡിംഗ് ആയിട്ട് പാരാ നമ്പർ 14 ഇന്നത്തെ വിധിയിൽ വളരെ കൃത്യമായിട്ട് എഴുതി വയ്ക്കുന്നുണ്ട്. മാസപ്പിടി കേസ് ഫോളോ ചെയ്യുന്ന എല്ലാവരും കൃത്യമായി മനസ്സിരുത്തി പഠിക്കേണ്ടത് ഈ കേസിൽ എന്തെങ്കിലും ഒരു സാധ്യതയുള്ളതായി മാത്യു കുഴൽനാടന് തോന്നിയ സംശയങ്ങളാണ്. ആ സംശയങ്ങൾക്കുള്ള ഉത്തരം വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ സംശയം നമ്പർ 1, ഈ KMML-ലും IREL-ലുമാണ് ഈ കേരളത്തിൽ കരിമണൽ ഖനനം നടത്തുന്ന 2 പൊതുമേഖലാ കമ്പനികൾ. അതിൽ KMML കേരള സർക്കാരിൻ്റെയും IREL കേന്ദ്ര സർക്കാരിൻ്റെയും ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ്. ഇതിൽ KMML-ലും IREL-ലും തമ്മിൽ കരാറുണ്ട്, IREL-ലും CMRL-ലും തമ്മിലും കരാറുണ്ട്. എന്നാൽ KMML-ലും CMRL-ലും തമ്മിൽ കരാറില്ല. അപ്പോൾ KMML എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസി ഇതിൽ നിന്ന് മണൽ ഖനനം ചെയ്ത് IREL-ന് കൊടുത്ത് IREL-ൽ നിന്ന് ഇൽമനേറ്റ് ആര് വാങ്ങും? CMRL വാങ്ങും. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോൾ KMML-ന്റെ ഒരു ആനുകൂല്യം CMRL-ന് കിട്ടിയെന്ന ആർഗ്യുമെൻ്റ് നിലനിൽക്കുമോ? നിലനിൽക്കില്ല. ഇനി അത് കൊടുക്കുന്നെങ്കിൽ ആര് വഴിയായിരിക്കും കൊടുക്കുക? IREL വഴിയായിരിക്കും കൊടുക്കുക. IREL വഴി കൊടുത്തു എന്നൊരു ആരോപണം മാത്യു കുഴൽനാടൻ ഉന്നയിക്കുമ്പോൾ തെളിവെന്തെങ്കിലും ഉണ്ടോ? ഒരു തെളിവും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അല്ല, പക്ഷേ CMRL KSIDC-ക്ക് 13%. ഞാൻ KMML പറഞ്ഞത്. അതെ, ആയിക്കോട്ടെ. ഞാൻ സംസ്ഥാന സർക്കാരിന്റെ റോൾ എവിടെയാണ് വരുന്നത്? CMRL KSIDC-ക്ക് 13% പിന്നെ ഷെയർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രോഫിറ്റ് ഷെയർ വരുന്നത് വരാൻ പോകുന്നത്. അതാണ് അടുത്ത രണ്ടാമത്തെ പോയിന്റ്. ഇത് ഞാനിപ്പോൾ പറയുന്നത് ഈ കരിമണൽ വരുന്ന റൂട്ടാണ് പറയുന്നത്. അതിൽ KSIDC ഒരു റോളും ഇല്ല. KSIDC അതിന്റെ പങ്കാളിത്തമേ ഉള്ളൂ. അതിന്റെ പ്രോഫിറ്റ് ഷെയറിംഗിലാണ് KSIDC പങ്ക് വരുന്നത്. അതല്ലാതെ കരിമണൽ ഖനനവുമായി അതുകൊണ്ടാണ് കേസിന് പോകുന്നത്. അല്ല, KSIDC ഞാൻ KSIDC കുറിച്ച് പറഞ്ഞതേ ഇല്ല. KSIDC കുറിച്ച് ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. അത് അടുത്ത ഘട്ടത്തിലാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് KMML-ലും IREL-ലും തമ്മിലാണ് കോൺട്രാക്ട്, IREL-ലും CMRL-ലും തമ്മിലാണ് കോൺട്രാക്ട്. അതുപ്രകാരമാണ് ഇൽമനേറ്റ് IREL-ൽ നിന്ന് കിട്ടുന്നത്. അതാണ് പേജ് നമ്പർ 14 പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CMRL-ന് KMRL ഏതെങ്കിലും തരത്തിൽ കരിമണൽ കൊടുത്തു എന്നൊരു വാദം മാത്യു കുഴൽനാടനില്ല. KMML അത് കൊടുക്കാത്തിടത്തോളം കാലം കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനം ഏതെങ്കിലും തരത്തിൽ ഇൽമനേറ്റ് CMRL-ന് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഫേവറേറ്റിസം കേരള സർക്കാർ കാണിച്ചു എന്ന് പറയാൻ കഴിയില്ല. സിമ്പിൾ ലോജിക്കല്ലേ? അത് പക്ഷേ എങ്ങനെയാണ് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? ഇതൊരു ഗൂഢാലോചനയായിരുന്നുവെന്നും പ്രത്യേകിച്ച് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോ റേറ്റിൽ ഇൽമനേറ്റ് കിട്ടാൻ കാരണമായി എന്നും അത് KMML-ൻ്റെയും IREL-ൻ്റെയും കൂടെ ഒത്തുകളിയാണെന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ്റെ ആരോപണം. പക്ഷേ അങ്ങനൊരു ആരോപണത്തിനൊരു തെളിവില്ല. ഒരു തെളിവ് ഇല്ലെന്ന് മാത്രമല്ല, അതിലും വലിയ കോമഡി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇൽമനേറ്റ് എന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ കിട്ടി എന്നുള്ളതായിരുന്നു വാദം. അത് വളരെ കൃത്യമായി നിലവിലുള്ള നോംസ് അനുസരിച്ചായിരുന്നു താനും. എന്നു മാത്രവുമല്ല, കോടതി പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിൽ പുറത്തുനിന്ന് വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ക്വാളിറ്റിയുള്ള ഇൽമനേറ്റ് നമ്മുടെ നാട്ടിൽ ലഭിക്കുമ്പോൾ അതിൻ്റെ ലാഭം സ്വാഭാവികമായ കമ്പനിക്ക് കിട്ടും. അതിനെ നിങ്ങൾ എങ്ങനെയാണ് ഫേവറേറ്റിസമായിട്ട് ചിത്രീകരിക്കാൻ കഴിയുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട. ലോ റേറ്റിൽ കൊടുത്താൽ പറയാം. ഇവിടെ നോംസിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നോംസിന്റെ അടിസ്ഥാനത്തിൽ 466 രൂപയും കണ്ടാണ്. 466 രൂപ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫേവറേറ്റിസം പറയാൻ പറ്റില്ല. അതാണ് the complaint does not contain any allegation that CMRL obtained raw materials such as ilmenite for a low price. കുറഞ്ഞ വിലയ്ക്ക് കിട്ടി എന്ന് സ്ഥാപിക്കാനുള്ള ഒരു തെളിവും ഹാജരാക്കാൻ സാധിച്ചില്ല. When raw materials are available locally, പ്രാദേശികമായി ലഭിക്കുമ്പോൾ the cost of procurement may be less compared to procurement from abroad. വിദേശത്ത് നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിലായിരിക്കും എന്നുള്ളത് വളരെ അസന്ദിഗ്ധമായിട്ട് തന്നെ വളരെ കൃത്യമായി തന്നെ കോടതി പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ ആർഗ്യുമെന്റ് നിലനിൽക്കില്ല. ആർഗ്യുമെന്റ് നമ്പർ 1 പൊട്ടിപ്പോയി. ആർഗ്യുമെന്റ് നമ്പർ 2, രണ്ടാമത്തെ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതാ ലാൻഡിന്റെ സീലിംഗുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. അതിൽ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് കൂടാതെ ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ലാൻഡ് സീലിംഗുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ ഈ KREML കൊടുക്കുന്നുണ്ട്. KREML കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി അത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസിന് കൊടുക്കുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി അത് ആലപ്പുഴ കളക്ടർക്ക് കൊടുക്കുന്നു. ആലപ്പുഴ കളക്ടർ എന്ത് ചെയ്യുന്നു? KREML-ന് അനുകൂലമായിട്ട് തീരുമാനം എടുക്കുന്നു.
പക്ഷേ സർക്കാർ എന്ത് തീരുമാനം എടുത്തത്? പാര നമ്പർ 14(2) പറയുന്നുണ്ട് 28/4/2023 ആലപ്പുഴയിലെ കളക്ടർ കൊടുത്ത KREML അനുകൂലമായിട്ടുള്ള ലാൻഡ് സീലിംഗിൻ്റെ ഉത്തരവ് കേരള സർക്കാർ റദ്ദാക്കി. കേരള സർക്കാർ എന്താ ചെയ്തത്? 128/4/2023 the request of KREML seeking land exception was rejected by the government. ഗവൺമെന്റ് റിജക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. വീണ്ടും കൊടുത്തു 28/4/2023 കൂടാതെ 25/10/2023 വീണ്ടും KREML സർക്കാർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നു. പിന്നീട് എങ്ങനെ ഫേവറേറ്റ് ചെയ്യുക? നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ ഫേവറിറ്റിസം ആവുക? അതിന് മാത്യു കുലനാടൻ പറയുന്നത് അത് റിജക്റ്റ് ചെയ്യാനെടുത്ത കാലതാമസം, ആ സമയത്ത് ഈ പറയുന്ന പണം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നാണ് പറയുക. ഇതെന്ത് ലോജിക്കാ? നിങ്ങളൊരു പണം കൊടുത്താൽ അത് റിജക്റ്റ് ചെയ്യലല്ലോ ചെയ്യുക. അൾട്ടിമേറ്റ്ലി അതും കളക്ടറുടെ ഉത്തരവ് അനുകൂലമായിരിക്കെ, ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ഉത്തരവ് KREML അനുകൂലമായിരിക്കെ സംസ്ഥാന സർക്കാർ അങ്ങനൊരു തീരുമാനമെടുത്താൽ അതിൽ എവിടെയാണ് ഫേവറിറ്റിസം ഉണ്ടാവും എന്ന് പറയാൻ കഴിയുക? അപ്പോൾ രണ്ടാമത്തെ വാദവും അടപടലം പൊളിഞ്ഞുപോയി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ KML-ലും CMRL-ലും തമ്മിലുള്ള നേരിട്ടുള്ള ഇടപാടില്ലായിരുന്നു. ആ ഇടപാടില്ലാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഫേവറിറ്റിസം കാണിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല ഈ പേപ്പർ തുണ്ടികളിൽ തെളിവുകൾ ശേഖരിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ അഴിമതി നിരോധന നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച ശുക്ല കേസുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാത്രവുമല്ല the mere allegation of the supply of ilmenite by IRL to CMRL is not sufficient to conclude that CMRL received a favor in return of alleged payment എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു കാര്യം കൂടി, നെക്സ്റ്റ് പോയിന്റ്, ഇന്ന് പൊളിഞ്ഞുപോയ മറ്റൊരു ആർഗ്യുമെൻ്റ് ആണ്. അതാണ് ഏറ്റവും രസകരമായ ആർഗ്യുമെൻ്റ്. അതാണ് ഞാൻ സൂചിപ്പിച്ച 15/9/2004 AK ആന്റണി കൊടുത്ത ഉത്തരവ് പ്രകാരം KREML-ന് 4 ലൈസൻസ് കൊടുത്തത് സ്റ്റേ ചെയ്യാൻ എന്തുകൊണ്ട് വൈകി എന്നുള്ളതായിരുന്നു. സ്റ്റേ ചെയ്യാനല്ല, റദ്ദാക്കാൻ എന്തുകൊണ്ട് വൈകി? സ്റ്റേ ചെയ്ത 10 ദിവസത്തിന് ശേഷമാണെങ്കിലും ഇതിൽ VACB-യിൽ വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ 5/10/2023 മാത്യു കുലനാടൻ പോകുമ്പോഴാണ് ഇത് റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നതെന്നാണ്. പക്ഷേ AG-യോട് അതിന് മുമ്പ് തന്നെ നിയമോപദേശം ചോദിച്ചിരുന്നു. മാത്രമല്ല KREL-ന് ഒരു തുണ്ട് ഭൂമിയിൽ നിന്ന് കരിമണൽ ഖനനം ചെയ്യാനുള്ള പെർമിഷൻ സർക്കാർ കൊടുത്തിട്ടുമില്ല നാളിതേവരെ. അപ്പോൾ ആ ആർഗ്യുമെൻറ്റിൻ്റെ വാലിഡിറ്റി എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവില്ല. കാരണം 2019 കൂടി പൊതുനയം മാറി. നമ്മുടെ രാജ്യത്ത് കരിമണൽ ഖനനം നടത്തുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണ് എന്ന നില വരുമ്പോൾ KREML-ലുമായി ബന്ധപ്പെട്ട AK ആന്റണി സർക്കാരിൻ്റെ കരാർ റദ്ദ് ചെയ്യാൻ പിണറായി വിജയൻ എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യത്തിൻ്റെ സാങ്കത്യം എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം 2019 ശേഷം അത് സാധ്യമല്ല എന്നുള്ളതാണ്. ആ ആർഗ്യുമെൻ്റ് പോലും ഒരു ഫ്ലോ ആർഗ്യുമെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിലവിൽ എല്ലാ കാര്യങ്ങളും പിന്നെ പറയുന്നത് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ഓഫ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഓഫ് CMRL ബിഫോർ ഇന്ററിം ബോർഡ് ഓഫ് സെറ്റിൽമെന്റ് കനോട്ട് ബി യൂസ്ഡ് ടു കണ്ടന്റ് ദാറ്റ് ദോസ് ഹു റിസീവ്ഡ് ദ പേയ്മെന്റ് ഹാവ് ഫേവർഡ് CMRL. അതായത് ഈ CMRL-ലെ ഫിനാൻസ് ഓഫീസറുടെ ഈ സമ്മതം, ഈ പറഞ്ഞിരിക്കുന്ന കുറിപ്പുകളിൽ പറഞ്ഞിരിക്കുന്ന പേരുകളൊന്നും തന്നെ ഇതിൽ തെളിവുകളായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടുകൂടി 5 പ്രധാനപ്പെട്ട ആർഗ്യുമെന്റുകളും പൂട്ടിപ്പോയി എന്നുള്ളതാണ്. അതാണ് എൻ്റെ സംശയം. മാത്യു കുലനാടൻ ഇതൊരു ഒരു കോമൺ സെൻസ് ആണ്, ഒരു കോമൺ ലോജിക്ക് കൊണ്ട് പോലും നിലനിൽക്കില്ല, പ്രാഥമികമായി പോലും ഈ കേസ് നിലനിൽക്കില്ല എന്ന് എല്ലാവർക്കും ബോധ്യമാവുന്ന ഒരു കേസിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാത്യു കുലനാടൻ ഒരു നീക്കം നടത്തിയത്? ഞാൻ മനസ്സിലാവുന്നത് മാത്യു കുലനാടൻ വാസ് ഫ്രസ്ട്രേറ്റഡ് ആ സമയത്ത്. കാരണം മൂന്നാർ കേസ് നിൽക്കുന്ന സമയമാണ്. മൂന്നാറിൽ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണമുണ്ട്. 50 സെൻറ്റോളം ഭൂമി അനധികൃതമായി അദ്ദേഹം കൈവശം വെച്ചിരിക്കുന്നു തുടങ്ങിയ വലിയ ചർച്ചകൾ നടക്കുന്ന സമയമാണ്. CPM-ൻ്റെ ആരോപണമാണ്. അതിൽ പിന്നീട് അദ്ദേഹം നടത്തിയ ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് താൻ സർക്കാർ ഭൂമി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി താൻ മതിലൊക്കെ കെട്ടി വേലിയൊക്കെ കെട്ടി സൂക്ഷിച്ചു, തൻ്റെ ഭൂമിയോട് ചേർത്ത് വെച്ചു എന്ന് മാത്രമാണ്. അത് താൻ ഒരിക്കലും ക്ലെയിം ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു മാത്യു കുലനാടൻ്റെ അന്നത്തെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്. നമ്മളത് മാത്യു കുലനാടനെ വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷേ മാത്യു കുലനാടൻ പ്രാഥമിക ഒരു കോമൺ സെൻസ് പോലും വർക്ക് ചെയ്യാത്ത രീതിയിലാണ് കേസിന് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് മാത്യു കുലനാടൻ തലമുടി നാരിഴയ്ക്ക് രക്ഷപ്പെട്ടു, കോൺഗ്രസിന് രക്ഷപ്പെട്ടു എന്നാണ്. ഇതിൽ വിജിലൻസ് ഉത്തരവ് ഇട്ടിരുന്നു. ശുക്ലയുടെ ഓർഡറിന് വിരുദ്ധമായ രീതിയിൽ ഹൈക്കോടതിയിൽ ഉത്തരവിട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? രമേശിന് തലമൊഴി നൽകേണ്ടി വരും, ഇബ്രാഹിം കുഞ്ഞ് മൊഴി നൽകേണ്ടി വരും, PK കുഞ്ഞാലിക്കുട്ടി മൊഴി നൽകേണ്ടി വരും. ഹൈക്കോടതി എന്തിനാണെന്ന് അറിയില്ല, പക്ഷേ ഇതിലൊരു 2 വരി അത് ഇട്ട് വെച്ചിട്ടുണ്ട്. മറ്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ പേരുമുണ്ട്, അതിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത്. അത് മറ്റേ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ലോവർ കോർട്ടിന്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആരോപണം തള്ളിക്കൊണ്ടുള്ളൊരു ഭാഗത്താണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഇനി മാത്യു കുലനാടന് മുന്നിലുള്ള വഴി ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് KML-ലും CMRL-ലും തമ്മിൽ ഇടപാടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ,
ഇൽമനേറ്റ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടി എന്നൊരു രേഖ. ഈ തോട്ടപ്പള്ളി എനിക്കൊന്ന് പൊഴിയിലാണെന്ന് തോന്നുന്നു അല്ലേ, അന്ന് ഈ പ്രളയം നടക്കുന്ന സമയത്ത് മണൽ നീക്കിയത് ഇതിനുവേണ്ടിയാണ് എന്ന് തെളിയിക്കുന്ന രേഖ. പക്ഷെ അപ്പോഴും KMML-ഉം CMRL-ഉം തമ്മിലുള്ള രേഖ ഉണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ. അത് IREL-ലാണ് മണ്ണ് കൊടുക്കുന്നത്, നേരിട്ട് CMRL-അല്ല മണ്ണ് കൊടുക്കുന്നത്. അതേപോലെ KERL-ന് മണ്ണ് കൊടുത്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖ. ഇനി ലാൻഡ് സീലിംഗുമായി ബന്ധപ്പെട്ട് KERL-ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കേരള സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു രേഖ, അത് എക്സെംപ്റ്റ് ചെയ്യാനായിട്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടൊരു രേഖ. ഇനി മാത്യു കൊള്ളാടൻ അന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ, വ്യവസായ വകുപ്പിനോട് ഫയൽ ആവശ്യപ്പെട്ട് ഫയൽ താമസിപ്പിച്ചതിന് കിട്ടിയ പ്രത്യുപകാരമാണ് എന്ന് പറയുന്നു. ഞാനത് കേട്ടിട്ടില്ല ഇന്നവരെ. ഒരു ഫയൽ താമസിപ്പിക്കുന്നതിന് എന്തെങ്കിലും ആനുകൂല്യം അതിൽ കിട്ടുമോ എന്നുള്ള ഒരു തീരുമാനം എടുക്കണ്ടേ നിങ്ങൾക്ക് അതിനകത്ത്? ആ തീരുമാനമാണെങ്കിൽ വരുന്നത് എതിരായിട്ടാണ് താനും. അതുകൊണ്ട് ഒരു ഘട്ടത്തിലും നിലവിൽ ഇത് പറയാൻ കഴിയില്ല. ചുരുക്കത്തിൽ കോൺഗ്രസിനെ പറയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതാണ് ഇതിനകത്ത് എൻ്റെ ടേക്ക്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് ഇനി SFIO ഈ വിഷയത്തിൽ എന്ത് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. SFI പക്ഷേ നടത്തുന്ന അന്വേഷണത്തിനും ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ CPM ഉയർത്തുന്ന ആരോപണം. ഇതിൽ കൗതുകകരമായ മറ്റൊരു രാഷ്ട്രീയ വിഷയമുള്ളത്, നേരത്തെ ഇതൊരു പൊളിറ്റിക്കൽ വിഷയമായിട്ട് CPM സമീപിച്ചിരുന്നില്ല. ഇത് രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്ന മട്ടിലാണ് ഇതിനെ ആദ്യം CPM വിവക്ഷിച്ചിരുന്നത്. പിന്നീട് ആക്രമണങ്ങൾ കടുക്കുന്ന പശ്ചാത്തലത്തിലാണ് CPM കൂട്ടപ്രതിരോധത്തിനിറങ്ങുന്നത്. ഇന്ന് ഈ ഒരൊറ്റ ജഡ്ജ്മെന്റിന്റെ പുറത്ത് VD സതീശൻ മാത്രം മാത്യു കൊള്ളനാടനൊപ്പം നിൽക്കുമ്പോൾ, അഥവാ വളരെ തൊട്ടുപോയതാണ് അല്ലേ, വളരെ സട്ടിലായി ഒന്ന് തൊട്ടുപോകുന്നു എന്ന് മാത്രം. മാത്യു കൊള്ളനാടനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഒരു പ്രതികരണം നടത്തി പോകുന്നു എന്ന് മാത്രം. പക്ഷേ അതേസമയത്ത് CPM ക്യാമ്പിൽ നിന്ന് കൂട്ടപ്രതിരോധമാണ് തീർത്തിരിക്കുന്നത്. AK ബാലൻ വരുന്നു, അതിനുശേഷം EP ജയരാജ് വരുന്നു. EP ജയരാജ് പറഞ്ഞ എന്താ, ശല്യക്കാരനായ വ്യവഹാരിയായിട്ട് മാത്യു കൊള്ളനാടനെ പ്രഖ്യാപിക്കണം എന്ന് പറയുന്നു. MV ഗോവിന്ദ മാഷ് പറയുന്നത് മഴവിൽ സഖ്യങ്ങളുടെ ഗൂഢാലോചനയാണ് എന്ന് പറയുന്നു. അങ്ങനെ CPM കൂട്ടത്തോടെ മുഖ്യമന്ത്രിയോടൊപ്പം പ്രതിരോധം തീർക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഇപ്പോഴും നമുക്ക് മനസ്സിലാവാതെ പോകുന്നത് ഇതിലെവിടെയാണ് അഴിമതി നടന്നത് എന്നുള്ളത് രേഖാമൂലം സമർത്ഥിക്കാൻ മാത്യു കൊള്ളനാടന് കഴിഞ്ഞിട്ടില്ല. ചുരുക്കത്തിൽ മാസപ്പടി മാത്യു കുഴൽ Meet the editors.